മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തം സിറയിലൂടെ ഓടുന്ന ഒരു സയ്യിദ്, അത് ആലിമാണെങ്കിലും അല്ലെങ്കിലും, കാണാൻ സൗന്ദര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നാട്ടിൽ നിങ്ങൾ നേതാവാക്കിയാലും ഇല്ലെങ്കിലും, മുത്തുനബി തങ്ങളുടെ മക്കൾ എവിടെയായാലും, അവര് വഫാത്തായി പോയവരായാലും അവര് ജീവിച്ചിരിക്കുന്നവരായാലും അവര് സാധാരണ പോലെയല്ല. മഖാമുഹും, അവര് പദവികളും സ്ഥാനങ്ങളും ഉയർന്നവരാണ്. അതല്ലേ മഹാനായ താജുൽ ഉലമാ തങ്ങള് നമ്മളോട് വിട പറഞ്ഞു പോയി. നമ്മുടെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ജനാവലി മയ്യത്ത് നിസ്കരിക്കാനുണ്ടായത് ആർക്ക് വേണ്ടിയാണ്? താജുൽ ഉലമയ്ക്ക് വേണ്ടിയാണ്. ഈ കുറഞ്ഞ ദിവസങ്ങൾക്കകം കോടിക്കണക്കിനല്ല പരകോടിക്കണക്കിന് തഹ്ലീലല്ലേ താജുൽ ഉലമയ്ക്ക് വേണ്ടി ഓതിക്കഴിഞ്ഞു പോയത്. 10,000 ഖത്മുകളല്ലേ പാരായണം ചെയ്ത് കഴിഞ്ഞത്. ഏത് തമ്പുരാനാ മോനെ ഇതുപോലെ ജനങ്ങളെ സ്നേഹം നൽകിയത്? ഏത് പണക്കാരനാ മോനെ ഇതുപോലെ സ്നേഹം നൽകിയത്? ഏത് ഭരണാധികാരിക്കാ മോനെ ജനങ്ങൾ ഇതുപോലെ സ്വീകരണം നൽകിയത്? തങ്ങൾ പറഞ്ഞോ ഞാൻ മരിച്ചാൽ നിങ്ങളെല്ലാം അനുസ്മരണ സമ്മേളനം നടത്തണമെന്ന്? തങ്ങൾ പറഞ്ഞോ ഞാൻ മരിച്ചാൽ നിങ്ങളൊക്കെ ഖത്മ് ഓതണമെന്ന്? ആവശ്യമില്ല. അല്ലാഹു തആല അവന്റെ അടിമകളുടെ മനസ്സിലിട്ടുകൊടുക്കും അവന്റെ ഇഷ്ടദാസന്മാരുടെ സ്വീകാര്യത. ഞാൻ മിനിഞ്ഞാന്ന് അത്ഭുതപ്പെട്ടുപോയി. തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലത്തിന് സമീപം ഒരു ഉൾഗ്രാമത്തിൽ ജീലാനി തങ്ങളുടെ അനുസ്മരണത്തിന് ചെല്ലുമ്പോ, വളരെയേറെ ഇസ്ലാമികമായി പിന്നോക്കമുള്ളൊരു പ്രത്യേക ഗ്രാമ, അവിടെ പള്ളിയിലൊക്കെ ആളുകൾ നിസ്കരിക്കണമെങ്കിൽ നിസ്കാരത്തെ കുറിച്ച് വഴുതു പറയാൻ പോയതാ. അപ്പോൾ മഹാനായ താജുൽ ഉലമാ തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരുങ്ങുമ്പോ ആ നാട്ടിൽ ഒറ്റപ്പെട്ട് പള്ളിയിൽ സ്ഥിരമായി വരുന്നവരിൽ ഒരാളായ ഒരു ശിഹാബുദ്ദീൻ സാഹിബ് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ഞാൻ താജുൽ ഉലമയ്ക്ക് വേണ്ടി ഒരു ഖത്മ് ഓതിയിട്ടുണ്ട്, ദുആരക്കണേ. നമ്മൾ ഇന്ന് വരെ കേട്ട 10,000 ഖത്മുകളെക്കാളും എന്നെ അത്ഭുതപ്പെടുത്തിയത് അതാ. ഒരു ഉൾഗ്രാമത്തിൽ ചെല്ലുമ്പോ അവിടെയും താജുൽ ഉലമയ്ക്ക് വേണ്ടിയുള്ള ഖത്മും ദുആയും. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ദ്വീപ് സമൂഹങ്ങളിലെ അഗത്തി ദ്വീപിലായിരുന്നു. ദ്വീപുകാരായ ആളുകൾക്കൊരു പതിവുണ്ട്, അവിടെ ആരെങ്കിലും മരിച്ചാൽ ആ മരണ വീട്ടിൽ 40 ദിവസം വരെ യാസീൻ ഓതിക്കൊണ്ടിരിക്കും. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ആളുകളെല്ലാം വന്നിട്ട് യാസീൻ ഓതി ദുആർന്നിട്ട് പോകും മരണപ്പെട്ടു പോയ ആൾക്ക് വേണ്ടി. അപ്പൊ ഞാനവിടെ ചെന്ന അന്ന് സംഘാടകർ ചോദിച്ചു, ഉള്ളാളത്തുപ്പാപ്പാന്റെ പേരിലുള്ള യാസീൻ ഉണ്ട്, നിങ്ങൾ വരുന്നുണ്ടോ? അതെ, നമ്മൾ പോവാ. നോക്കിയപ്പോ അവിടുത്തെ ഒരു വീട്ടിൽ താജുൽ ഉലമയ്ക്ക് വേണ്ടി 40 ദിവസത്തേക്കുള്ള യാസീൻ നടക്കുകയാണ്. 40 ദിവസത്തേക്കുള്ള യാസീൻ ഓതിക്കൊണ്ടിരിക്കുക. സ്വന്തം പിതാവിനെക്കാളും വലിയ ആദരവോടെ സ്നേഹത്തോടെ വിശ്വാസി ലോകം ഏറ്റെടുക്കാനുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ പവിത്രമായ ദീനിന്റെ നേതൃത്വമാണ്. അറിയുമോ സഹോദരന്മാരെ, ഒരു കാര്യം വേണമെന്ന് പറഞ്ഞ് വാങ്ങിത്തരാനും വേണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞു വെക്കാനുമുള്ള ആജ്ഞാശക്തിയുള്ള നേതാവായിരുന്നില്ലേ താജുൽ ഉലമാ? അല്ലാഹുവേ, അവിടുത്തെ പദവി ഉയർത്തിക്കൊടുക്കണേ അല്ലാ. പരിശുദ്ധമായ മക്കാ ഹറമിലെ ബാബുസലാമിൽ സഹീഹുൽ ബുഖാരിയുടെ ദർസ് നടത്തിയ മഹാനാണ് അലവി ഇബ്നു അബ്ബാസ് അൽ മാലിക്കി തങ്ങള്. താജുൽ ഉലമാ തങ്ങൾ അവിടെ പോയിരുന്ന് ബറക്കത്തിന് വേണ്ടി ബുഖാരിയുടെ ദർസ് കേട്ടിട്ടുണ്ട്. അലവി ഇബ്നു അബ്ബാസ് മാലിക്കി തങ്ങൾ വഫാത്തായി. ഇനി ആരാണ് ഈ ബുഖാരി ഓതിക്കൊടുക്കുക എന്ന് ഹറമിലെ പണ്ഡിതന്മാര് ചർച്ച ചെയ്തു. ഇത്തഫഖു അലാ മുഹമ്മദ് ഇബ്നു അലവി തന്നെ ആകട്ടെ എന്നവര് ഏകോപിച്ചു. ആ മുഹമ്മദ് ഇബ്നു അലവി ഇബ്നു അബ്ബാസ് അൽ മാലിക്കി അവിടെ ദർസ് നടത്തി. ആ ബറക്കത്തിന്റെ ദർസിലും മഹാനായ താജുൽ ഉലമ പങ്കെടുത്തു. ഒരു റമളാൻ 17 രാവിലെ മുഹമ്മദ് ഇബ്നു അലവി മാലിക്കി തങ്ങളും വഫാത്തായി. പിന്നീട് റുസൈഫയിലേക്കാണ് ദർസ് മാറ്റിയത്. ഇനി ആരാണ് മുഹമ്മദ് മാലിക്കി തങ്ങളുടെ പിൻഗാമി? അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ അലവി ബിൻ അബ്ബാസ് അൽ മാലിക്കിയാണ്.
മഹാനായ അഹ്മദ് മാലിക്കി തങ്ങളുടെ ദർസിലേക്ക് താജുൽ ഉലമ വരുമ്പോൾ അവിടുത്തെ വിനയം കൊണ്ട് മൂന്നാം തലമുറയുടെ ബുഖാരിയുടെ ദർസിലേക്ക് വരുമ്പോ അവിടെ ഐക്യകണ്ഠേന എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, താജുൽ ഉലമ ഞങ്ങളുടെ വാപ്പയാ, ഞങ്ങളുടെ ശൈഖാ. മക്കായിലെ പണ്ഡിതന്മാരുടെ കണ്ണിലുണ്ണിയായി ജീവിച്ച് ഹിജാസിലെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ നേതാവായ താജുൽ ഉലമ കേരളത്തിൽ വഫാത്തായപ്പോ മക്കയിലെ റുസൈഫയില അനുസ്മരണ സമ്മേളനം നടക്കുന്നത് നിങ്ങളൊക്കെ പത്രത്തിലൂടെ കണ്ടിട്ടുണ്ടാകും. മക്കയിലെ റുസൈഫയിൽ മാലിക്കി സ്ട്രീറ്റിൽ താജുൽ ഉലമയുടെ പേരിൽ അനുസ്മരണ സമ്മേളനവും ദിക്റും ദുആയും നടക്കുക. അല്ലാഹുവിന്റെ പവിത്രമായ ദീനിന്റെ നേതൃത്വം അഹ്ലുൽ ബൈത്തിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയ വലിയ നിയോഗം. ഈ പ്രദേശത്തിന്റെ ഖാദിയായിരുന്ന മഹാൻ, അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. നിങ്ങൾ ആലോചിക്കണം, പണ്ഡിതോചിതമായി ഇസ്ലാമിക വിജ്ഞാനത്തെ ധൈര്യമായി കൈകാര്യം ചെയ്യുമ്പോഴും ഭൗതികമായ താൽപര്യങ്ങൾക്ക് അടിമപ്പെടാതിരുന്ന അജയ്യനായ നേതാവ്. താജുൽ ഉലമയ്ക്ക് കോടികളുടെ കൊട്ടാരമുണ്ടാക്കാൻ ഒന്ന് എന്ന് മൂളിയാ മതിയായിരുന്നു. പക്ഷേ താജുൽ ഉലമയ്ക്ക് ഒരു കൊട്ടാരവും വേണ്ടി വന്നില്ല. ഒരു കുടിൽ പോലും സ്വന്തമായി വേണ്ടാന്ന് തീരുമാനിച്ച താജുൽ ഉലമ സ്വന്തം താമസിക്കാൻ ഒരു വീടുണ്ടാക്കാൻ മറന്നുപോയി.